കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടുകൂടെയും. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഫരിസേയരിൽ നിക്കോദീമോസ് എന്നു പേരുള്ള ഒരു യഹൂദ പ്രമാണിയുണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞാൻ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. നിക്കോദീമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ചവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നിക്കോദീമോസ് എന്ന പേരുള്ള ഒരു യഹൂദ പ്രമാണി ഈശോയെ രാത്രിയിൽ കാണുവാനായിട്ട് വരുന്നതായ ഭാഗം. അവൻ ഈശോയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ് എന്ന് ഞാൻ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ നീ പ്രവർത്തിക്കുന്ന ഈ അടയാളങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും നിനക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ഈശോ അവന് ഡയറക്റ്റായിട്ട് ഒരു ആൻസർ കൊടുക്കാതെ ഈശോ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നിക്കോദീമോസ് അവനോട് ചോദിക്കുന്നുണ്ട്, പ്രായമായ ഞാൻ ഇനിയും ഒരമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കുവാൻ സാധിക്കുക എങ്ങനെയാണ്? വീണ്ടും ഒരു ജനനമെന്ന് ഈശോ അവനോട് സംസാരിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് ഒരു ബയോളജിക്കൽ റീബർത്ത് അല്ല. അമ്മയുടെ ഉദരത്തിൽ കയറി ഇറങ്ങി വരുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സല്ല ഈശോ അവനോട് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ, കർത്താവായ യേശുവിൽ അവൻ അല്ലെങ്കിൽ അവൾ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നുണ്ട്. കർത്താവിനെ അറിഞ്ഞ്, കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിൻ്റെ വഴിയിലൂടെ ചരിക്കുമ്പോൾ, സഹായകനെ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ആ ആത്മാവിനായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ശക്തമായിട്ട് കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രിയമുള്ളവരെ ഒരു വീണ്ടും ജനിക്കൽ നമ്മുടെ ശാരീരിക, മാനസിക, ആത്മീയ തലങ്ങളിൽ നമ്മൾ വീണ്ടും ജനിച്ച് പുതിയൊരു സൃഷ്ടിയായി, കർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുന്ന ഒരവസ്ഥ അതെല്ലാവർക്കും ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ്. കർത്താവിനെ അറിയണം, കർത്താവിനെ സ്നേഹിക്കണം, കർത്താവിൻ്റെ വഴികൾ തേടണം. ആ വഴിയിലൂടെ നമ്മൾ ചരിക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്നൊരു സഹായകനുണ്ട്, പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, വരങ്ങളും ഫലങ്ങളുമായിട്ട് അവൻ നമ്മുടെ ജീവിതത്തെ നിറച്ചു കഴിയുമ്പോൾ, നമുക്ക് ഈ ലോകത്തിൻ്റേതായ രീതിയിൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റാതെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു വ്യത്യസ്തത, പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുമെന്ന് പറഞ്ഞ ഈശോയുടെ ആ വചനമുണ്ട്. നമ്മൾ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ആത്മാവിൽ ചരിക്കുന്നവരാവും. ആത്മാവിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ വരങ്ങളുമൊക്കെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പുതിയ സൃഷ്ടിയായി ഈശോയ്ക്ക് നമ്മൾ സാക്ഷികളായിട്ട് മാറും. ഈശോ ജീവിച്ചതുപോലെ, എങ്ങനെയാണ് ഈശോ ജീവിച്ചത്?
പെസഹ തിരുനാൾ കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോ കടന്നു വന്ന ഒരു ജീവിതചര്യ ഉണ്ടായിരുന്നു. പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ. ദൈവം മനുഷ്യരെ ഇത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ പുത്രനെ പോലും നൽകുവാൻ തക്കവിധം നമ്മെ ഓരോരുത്തരെയും പിതാവായ ദൈവം സ്നേഹിച്ചു. ആ സ്നേഹം ഹൃദയത്തിൽ ഏറ്റെടുത്ത പുത്രൻ ആ പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ, ശിക്ഷിക്കുവാനല്ല രക്ഷിക്കുവാനാണെന്ന് പറഞ്ഞ വചനം, ആ വചനം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരെയും രക്ഷിക്കുവാൻ, എല്ലാവർക്കും രക്ഷയായിട്ട് മാറുവാൻ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ തൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു ഇല്ലായ്മയുണ്ട്, ഒരു ശൂന്യവൽക്കരണമുണ്ട്, ഒരു ചെറുതാകലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, തൻ്റെ ദൈവീകത പോലും ഒരു വലിയ കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പുതുജീവൻ പ്രാപിക്കുക എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, സ്വയം ചുരുങ്ങുക. കർത്താവ് കുരിശിലേക്ക് ഒരു ഗോതമ്പ് മണി അഴുകി അത് പുതുനാവായി മാറി പുതുജീവനായിട്ട് മാറുന്നത് പോലെ ഈശോ കുരിശിൽ സ്വയം ഇല്ലായ്മ ചെയ്ത് തൻ്റെ ദൈവീകത ഒരു വലിയ കാര്യമായി പരിഗണിക്കാതെ മരണത്തോളം കീഴ്വഴങ്ങിയപ്പോൾ, അവൻ പാതാളത്തോളം തന്നെ താഴ്ത്തിയപ്പോൾ, മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ സകല മനുഷ്യർക്കുമായിട്ട്, നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് അവൻ പകർന്നു തന്ന ഒരു പുതുജീവനുണ്ട്. സ്വർഗം തുറന്ന് സ്വർഗരാജ്യം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടിക്കൊണ്ട് അവൻ നമുക്കായിട്ടൊരു പുതുജീവൻ പകർന്നു തരുന്നുണ്ട്. അതാണ് ഈശോ വീണ്ടും ജനിക്കുക എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ കുരിശിലെ ആ മരണത്തോട് നമ്മളെ തന്നെ രമ്യതപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു. അങ്ങനെ നമ്മൾ പുതിയൊരു സൃഷ്ടിയായിട്ട് മാറുമ്പോൾ വീണ്ടും ഒരു ജനനം, വീണ്ടും നമ്മുടെ ആ പഴയ മനുഷ്യനെയൊക്കെ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് ക്രിസ്തുവാകുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് ആത്മാവിൽ നവീകരിക്കപ്പെട്ട നമ്മൾ കുറേ കാര്യങ്ങൾ ഈശോ അപ്രകാരമായാണ് സ്വയം ശൂന്യവൽക്കരിച്ചതോ അതുപോലെ അവൻ്റെ ഹൃദയത്തോളം നമ്മൾ എത്തിച്ചേരുവാൻ നമ്മൾ വളരെ കാര്യങ്ങൾ ചെറുതാക്കൽ എന്നൊരു പ്രക്രിയ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സ്വാർത്ഥതയാവാം, ഈ ലോകത്തോടുള്ളൊരു മമതയാവാം, ജഡികതയാകാം, അഹങ്കാരമാകാം. ഞാൻ എന്തൊക്കെയോ ആണ്, എന്നിലൂടെയാണ് എല്ലാം ശരിയാവുന്നത്, ഞാൻ മറ്റുള്ളവരെക്കാൾ ബെറ്ററായൊരു മനുഷ്യനാണ് എന്നൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ ഇന്നു വരെയുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ നടന്നുപോയ പാതകളിൽ നമ്മളിലേക്ക് വന്നു ചേർന്ന കുറേ മനോഭാവങ്ങളൊക്കെയുണ്ട്, തിന്മയുടെ കുറേ സ്വാധീന ശക്തികൾ. പ്രിയമുള്ളവരെ, നമ്മൾ പുതിയൊരു ജീവൻ പ്രാപിക്കുക, വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളതായ ചില ദൈവീകതയിൽ നിന്ന്, ദൈവത്തിൽ നിന്നൊക്കെ നമ്മെ അകറ്റുന്ന തിന്മയുടെ സ്വാധീന ശക്തികൾ, അതൊക്കെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട്, സ്വയം ചെറുതായിക്കൊണ്ട്, സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഹൃദയത്തിലെത്തണം. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ ഹൃദയത്തിലെത്തുമ്പോൾ അവൻ നമ്മളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം, ആ സ്നേഹ ആലിംഗന കരവലയത്തിൽ നമ്മൾ അമരുമ്പോൾ നമുക്ക് പുതിയ സൃഷ്ടിയായി മാറിയേ തീരൂ. പഴയ മനുഷ്യനായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നിക്കോദേമോസ് പറയുന്നത്, നിക്കോദേമോസിനോട് ഈശോ പറയുന്നത്, നീ നിൻ്റെ ജീവിതത്തിലെ കുറേ കാര്യങ്ങളൊക്കെ, നീ വലിയവനാണ്, നിനക്കെല്ലാം അറിയാം, യഹൂദരുടെ നിയമങ്ങളും പ്രവാചക ഗ്രന്ഥങ്ങളുമെല്ലാം നീ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ക്രിസ്തുവിലൂടെ പ്രകടമാകുന്നത്, വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കാര്യം നീ ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോൾ നീ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു. പ്രിയമുള്ളവരെ, ഇതേ വചനം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാം. നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കുറേ തിന്മകൾ, കുറേ പാപത്തിൻ്റെ, അടിമത്തത്തിൻ്റെ സ്വാധീന മേഖലകളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈശോയെ, അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കുവാനുള്ള കൃപ, അഭിഷേകം, പുതിയൊരു സൃഷ്ടിയായിട്ട് പൗലോസ്ലീഹായെ പോലെ ഞാനല്ല,
എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്ന എന്ന ആ വലിയ മനോഭാവത്തിൽ എത്തിച്ചേരുവാൻ, പുതിയ സൃഷ്ടിയായിട്ട് മാറുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.